വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കുന്നത് RRB NTPCക്ക് വേണ്ടിയിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which statement shows interaction of an abiotic component with biotic component within an ecosystem? ഇപ്പൊ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റില് ഏതാണ് interaction of an abiotic component with biotic component in ecosystem കാണിക്കുന്നത്? ഒന്നാമത്തത് ടാപ്പ് വാട്ടർ funneling into a stream, an earthworm making a burrow in the soil, two birds fighting with each other for food, a frog feeding on a grasshopper. അപ്പൊ ഇതിൽ ഏതാണ് ഒരു അബയോട്ടിക്കും ബയോട്ടിക്കും? ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള കമ്പോണന്റ് ആണ് എൻവയോൺമെന്റിലെ. അബയോട്ടിക് ജീവനില്ലാത്തത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോയില്, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ള എല്ലാം ബയോട്ടിക്കിനകത്ത് വരും. അപ്പൊ എർത്ത് വോം സോയിലില് ബോറോ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബയോട്ടിക് കമ്പോണന്റ് എന്താണ്, അബയോട്ടിക് കമ്പോണന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ദാറ്റ് ഈസ് മാൻ മെയ്ഡ്? അപ്പൊ താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഏതാണ്? ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാല് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള എക്കോസിസ്റ്റം ആണ്. അങ്ങനെയുള്ള എക്കോസിസ്റ്റംസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അക്വേറിയം ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ആണ്, അക്വേറിയം. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ് ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൻമെയ്ഡ് എന്ന് പറയുന്നത്. ക്രോപ്പ് ഫീൽഡ് ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കുന്നു, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ക്രോപ്പ് ഫീൽഡ് ഈസ് എ മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. പോണ്ട്, ഫോറസ്റ്റ്, ലേക്ക് ഇതെല്ലാം നാച്ചുറലി ഉണ്ടാകുന്നതാണ്, അത് മാൻമെയ്ഡ് അല്ല. അപ്പൊ പോണ്ടും ഫോറസ്റ്റ്, ലേക്ക് ഇവയെല്ലാം എന്താണ് ഒരു എക്കോസിസ്റ്റങ്ങളാണ്, ഒരു ആവാസ വ്യവസ്ഥകളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ക്രോപ്പ് ഫീൽഡ് ആണ്. വേറെ എക്സാമ്പിൾ എന്താണ് വരുന്നത്? അക്വേറിയം ഒക്കെ ഒരു സൂ ഒക്കെ എന്താണ് മാൻമെയ്ഡ് ആയിട്ടുള്ളതാണ്. അടുത്ത് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് കെമിക്കൽസ് ഇൻ ഹയർ ട്രോപ്പിക് ലെവൽസ് കോൾഡ്? അപ്പൊ എന്താണ് അക്യുമുലേഷൻ ഓഫ് കെമിക്കൽസ് ഇൻ ഹയർ ട്രോപ്പിക് ലെവൽസ്? അതിനെ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ ഓക്സിഡേഷൻ ആണോ, ബയോളജിക്കൽ റിഡക്ഷൻ ആണോ, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണോ, ബയോളജിക്കൽ റെമഡിയേഷൻ ആണോ? അപ്പൊ ഇതിനകത്ത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണ് എന്താണ് പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് കെമിക്കൽസ് ഇൻ ഹയർ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞത്? എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ഗ്രീൻ പ്ലാന്റ് ടിഷ്യൂ അണ്ടർഗോയിങ് ഫോട്ടോസിന്തസിസ് ഡാഷ് ഈസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പൊ ഗ്രീൻ പ്ലാന്റ് ടിഷ്യൂ അണ്ടർഗോയിങ് ഫോട്ടോസിന്തസിസ് ഡാഷ് ഏതാണ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്തെന്ന് പറയുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഗ്രീൻ പ്ലാന്റ് ടിഷ്യൂല് ഫോട്ടോസിന്തസിന് കയറുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇലകളിൽ വെച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സൺലൈറ്റിന്റെ പ്രസൻസില് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറഞ്ഞ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ഗ്ലൂക്കോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഓക്സിജൻ, യൂറിയ, അമോണിയ ഒക്കെ ആയിരുന്നു ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതൊന്നും അല്ല ആൻസർ വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Which of the following changes in our eating habit will have the biggest impact on our environment? ഇപ്പൊ താഴെ പറയുന്നവയില് നമ്മുടെ എൻവയോൺമെന്റിൽ ഒരു ബിഗ്ഗസ്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഈറ്റിംഗ് ഹാബിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: സ്റ്റോപ്പിംഗ് വേസ്റ്റേജ് ഓഫ് ഫുഡ്, ഗിവിംഗ് മീറ്റ് ആൻഡ് ആനിമൽ പ്രൊഡക്ട്സ്, അവോയ്ഡിംഗ് പ്രോസസ്ഡ് ഫുഡ്, ഗ്രോവിംഗ് അവർ ഓൺ ഫുഡ്. ഇപ്പൊ ഏതാണ് ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ ബി, ഗിവിംഗ് അപ്പ് മീറ്റ് ആൻഡ് ആനിമൽ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഗിവിംഗ് അപ്പ് മീറ്റ് ആൻഡ് ആനിമൽ പ്രൊഡക്റ്റ് ഇൻ അവർ ഈറ്റിംഗ് ഹാബിറ്റ് വിൽ ഹാവ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പാക്ട് ഓൺ അവർ എൻവയോൺമെന്റ്. അവോയ്ഡിംഗ് മീറ്റ് ആൻഡ് ഡയറി പ്രൊഡക്റ്റ് ഈസ് ദ സിംഗിൾ ബിഗ്ഗസ്റ്റ് വേ ടു റിഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓൺ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഇന്ത്യ ഓഫ് വാട്ട് ടൈപ്പ്? മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏതാണ് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഇന്ത്യയില്? ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണോ, മാംഗ്രൂവ് ഫോറസ്റ്റ് ആണോ, മോൺടെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? ഇപ്പൊ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ വേറൊരു പേരെന്ന് പറയുന്നുണ്ട്, ട്രോപ്പിക്കൽ ഡെസേർഡിയസ് ഫോറസ്റ്റിനെ വേറൊരു പേരെന്ന് പറയുന്നത് മൺസൂൺ ഫോറസ്റ്റ് എന്നാണ്. മൺസൂൺ ഫോറസ്റ്റ് എന്നാണ് ഇതിന്റെ വേറൊരു പേരെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ആണ് ഇന്ത്യയിലെ. ഇതിനെ മൺസൂൺ സ്പ്രെഡ് ഫോറസ്റ്റ് എന്നും വിളിക്കും. ഇതെന്ന് പറയുന്നത് 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഫോറസ്റ്റുകളാണ് ഈ ഒരു ട്രോപ്പിക്കൽ ഡെസിഡിയസ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നാണ്. ഡെസിഡിയസ് ഫോറസ്റ്റ്. പിന്നീട് പറയുന്നത് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നാണ്. എന്താണ്? ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഫോറസ്റ്റുകളാണ് ഈ ഒരു ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനകത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. Which of the following conceptual spheres of the environment have the least storage capacity for matter? താഴെ പറയുന്നതിൽ ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഫോർ മാറ്റർ ഉള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ് വരുന്നത്? അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട്. ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഫോർ മാറ്റർ വരുന്നത് ഏതാണ്? അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. Which was the largest marine protected area in the world which has formed in October 2016? അപ്പം ഏതാണ് താഴെ പറയുന്നത്? ലാർജസ്റ്റ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇൻ ദ വേൾഡ് വിച്ച് ഹാസ് ഫോംഡ് ഇൻ ഒക്ടോബർ 2016. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക. അടുത്ത, വാട്ട് ഈസ് ദ റീസൺ ഫോർ ബയോമാഗ്നിഫിക്കേഷൻ? ബയോമാഗ്നിഫിക്കേഷന്റെ കാരണം എന്താണ്? ഓർഗാനോക്ലോറൈഡ് ആണ്. എന്താണ്? ബയോമാഗ്നിഫിക്കേഷന്റെ ഒരു റീസൺ ഓർഗാനോക്ലോറൈഡ് ആണ് ബയോമാഗ്നിഫിക്കേഷന്റെ റീസൺ എന്ന് പറയുന്നത്. To determine the health of aquatic organism, which of the following declaration is calculated? അതായത് ഒരു അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ ആരോഗ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ഏതാണ്? ഡിസോൾഡ് ഓക്സിജൻ ആണോ, ഡിസോൾഡ് ഫ്ലൂറിൻ ആണോ, ഡിസോൾഡ് മീഥൈൻ ആണോ, ഡിസോൾഡ് കാൽഷ്യം ആണോ? ഏതാണ്? ഡിസോൾഡ് ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അക്വാട്ടിക് ഓർഗാനിസത്തിനകത്ത് നോക്കുന്നത്. അപ്പം ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിസോൾഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഡിസോൾഡ് ഓക്സിജൻ സർഫസ് ഓഫ് വാട്ടറിൽ എന്ത് ചെയ്യും, ഓരോ എല്ലാ ജീവജാലങ്ങളെയും ഡിസോൾഡ് ഓക്സിജൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ഹെൽത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസോൾഡ് ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എൻവയോൺമെന്റിൽ നിന്നുള്ളൊരു 10 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഇനിയും നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമ്മൾ വേറൊരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.